السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ പഠിച്ചും പകർത്തിയും പകർന്നുകൊടുത്തും വിശ്വാസി സമൂഹം ഈ മാസം ആഘോഷമാക്കി മാറ്റുകയാണ്. റബീഉൽ അവ്വൽ എന്ന് കേൾക്കുമ്പോഴേക്കും മനസ്സിൻ്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വരുന്ന അവാജ്യമായൊരു അനുഭൂതിയുണ്ട്, പറഞ്ഞറിയിക്കാനാവാത്തൊരു സന്തോഷം. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ സകല മനുഷ്യരും ഈ സന്ദർഭത്തിൽ നബിതങ്ങളെ കൂടുതൽ പഠിക്കുകയാണ്, കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവിടുത്തെ അവദാനങ്ങൾ പറഞ്ഞും പാടിയും ആസ്വദിക്കുകയാണ്. ഈ സന്തോഷം അള്ളാഹു നിലനിർത്തുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. നബിതങ്ങളോടുള്ള സ്നേഹവായ്പ്, അവിടത്തോടുള്ള അനുരാഗം കൂടുതൽ കരുത്തുറ്റതാക്കാൻ ശ്രമിക്കേണ്ട ഒരു സമയമാണിത്. ഈ സന്ദർഭത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ശീർഷകത്തിൽ ഖുർആൻ പറഞ്ഞ തിരുനബി എന്ന വിഷയം മുൻനിർത്തി കൊടുവള്ളി കേമോ ഇസ്ലാമിക് അക്കാദമി ഒരു പ്രവാചക പഠന പരമ്പര ആരംഭിക്കുകയാണ്. അതിൻ്റെ പ്രഥമ എപ്പിസോഡാണിത്. ഈ എളിയ ശ്രമത്തിൽ നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ പിന്തുണയും പ്രോത്സാഹനവും കൂടെയുണ്ടാകണമെന്ന് ഉണർത്തുന്നതോടൊപ്പം അള്ളാഹു ഇതൊരു സൽക്രമമായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നിരവധിയായ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഖുർആൻ പറഞ്ഞ നബിയെ വേണ്ടത്ര പഠനങ്ങൾക്ക് വിഷയമാക്കിയിട്ടില്ല എന്നതാണ് അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നബിതങ്ങളെ എങ്ങനെയാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്? എങ്ങനെയാണ് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവതരിപ്പിച്ച് കാണിച്ചിട്ടുള്ളത്? നബിതങ്ങളെ പറയുമ്പോൾ ഖുർആൻ നടത്തുന്ന പദപ്രയോഗങ്ങൾ, അതിലെ അമാനുഷികമായ സൗന്ദര്യങ്ങൾ, ഇത് പഠന വിധേയമാക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനും അവിടത്തോട് മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ അടുക്കുവാനും നമുക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഓതുവാൻ ഖുർആനിലോ ഹദീസിലോ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന പലരെയും കാണാം. എന്നാൽ പ്രഗൽഭ പണ്ഡിതനും ഗ്രന്ഥകാരനുമായ മുഫ്തി അഹമ്മദ് യാർ ഖാൻ നഈമി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഷാനെ ഹബീബുർ റഹ്മാൻ മിൻ ആയാത്തിൽ ഖുർആൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അതിൻ്റെ ആമുഖത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈമാനികമായ ഒരു കണ്ണോടുകൂടി ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ പാരായണം ചെയ്യുകയാണെങ്കിൽ അതിൽ മുഴുവനും അടങ്ങിയിട്ടുള്ളത് മദ്ഹുൻ നബിയാണ്, പ്രവാചക പ്രകീർത്തനമാണ് എന്ന് വ്യക്തമാകുമെന്നുള്ളൊരു പ്രസ്താവനയാണ് ആമുഖത്തിൽ തന്നെ അദ്ദേഹം നടത്തുന്നത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ കൗതുകമുണർത്തുന്ന ഒരു പ്രസ്താവനയാണിത്. ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ പാരായണം ചെയ്യുകയാണെങ്കിൽ അതിൽ മുഴുവനും ഉള്ളടങ്ങിയിട്ടുള്ളത് മദ്ഹുൻ നബിയാണ് എന്ന്. നമുക്കറിയാം, ഖുർആനിൽ പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ അള്ളാഹുവിനെ പറ്റി പറയുന്നുണ്ട്, കർമാനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അവിടെയുള്ള സ്വർഗ നരക തുടങ്ങിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. യുദ്ധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ചരിത്രങ്ങൾ പറയുന്നുണ്ട്, കഥകൾ പറയുന്നുണ്ട്. ഇതിലെല്ലാം
ഒരു മദ്ഹുൻ നബി ഉള്ളടങ്ങിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് തെളിവായി അദ്ദേഹം 2 സൂറത്തുകൾ കാണിക്കുന്നുണ്ട്. ഒന്ന് സൂറത്തുൽ ഇഖ്ലാസും മറ്റൊന്ന് സൂറത്തുൽ മസദും. സൂറത്തുൽ ഇഖ്ലാസ് നമുക്കറിയാം ഖുർആന്റെ 1/3 കിടയൊക്കുന്ന സൂറത്താണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക അല്ലാഹു അവൻ ഏകനാണ്. ഹുവല്ലാഹു അഹദ്, അവൻ അല്ലാഹു ഏകനാണ്. അല്ലാഹു സമദ്, അല്ലാഹു നിരാശ്രയനാണ്, ആരിലേക്കും ആവശ്യമില്ലാത്തവൻ, എന്നാൽ ആർക്കും ആവശ്യമുള്ളവൻ. ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല പ്രസവിച്ചിട്ടുമില്ല. അവൻ ജനകനല്ല ജാതനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി ഒരാളും തന്നെയില്ല. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ഇത് അള്ളാഹുവിനെ കുറിച്ച് മാത്രം പറയുന്ന ഒരു അധ്യായമാണ്. എന്നാൽ ഒരു ആശിഖിൻ്റെ കണ്ണോടുകൂടി ഈ സൂറത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ ഇതിലൊരു മദ്ഹുൻ നബി അടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് മദ്ഹുൻ നബിയാവുക? ഈ സൂറത്തിൻ്റെ ആദ്യ വാക്ക് തന്നെ ഖുൽ എന്നാണ്. നബിയെ അങ്ങ് പ്രഖ്യാപിക്കുക, അങ്ങ് പറയുക, ഹുവല്ലാഹു അഹദ്, അവൻ അല്ലാഹു ഏകനാണ്. അല്ലാഹു സമദാണ്, അവൻ ജനിച്ചിട്ടില്ല പ്രസവിച്ചിട്ടുമില്ല. അവന് തുല്യമായിട്ട് ഒരാളുമില്ല. അല്ലാഹു തന്നെ പരിചയപ്പെടുത്തുന്നൊരു സൂറത്താണിത്. പക്ഷേ ഇത് പരിചയപ്പെടുത്തി കൊടുക്കാൻ അല്ലാഹു തആല മുത്തുനബിയോട് പറയുകയാണ്, നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം. അങ്ങയുടെ നാവിലൂടെ ജനങ്ങൾ എന്നെ അറിയണം. അങ്ങ് പറഞ്ഞ ഒരു നബിയെയാണ് ജനങ്ങൾ അറിയേണ്ടത്. ഞാൻ പറഞ്ഞ അല്ലാഹു അല്ല, അങ്ങ് പറയുന്ന, അങ്ങയുടെ നാവിലൂടെ മനസ്സിലാക്കപ്പെടുന്ന ഒരു റബ്ബിനെയായിരിക്കണം ആളുകൾ അറിയേണ്ടത്. അപ്പോൾ നബിതങ്ങളുടെ നാവിലൂടെ തന്നെക്കുറിച്ചുള്ള വിവരണങ്ങൾ ജനങ്ങൾ അറിയട്ടെ എന്ന് അല്ലാഹു തആല ആഗ്രഹിക്കുന്ന പോലെ അങ്ങയുടെ നാവിലൂടെ എന്നെക്കുറിച്ചുള്ള വിവരണങ്ങൾ വരട്ടെ. അതാണ് ഖുൽ, നബിയെ അങ്ങ് പറയുക എന്ന് പറയുന്ന ആ പ്രയോഗത്തിലൂടെ നടത്തുന്നത്. മഅ്ശൂക്കിൻ്റെ നാവിലൂടെ തൻ്റെ മദ്ഹുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഏത് ആശിക്കാണ് ലോകത്തുണ്ടാവുക? തൻ്റെ ഹബീബിൻ്റെ നാവിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിലൂടെ ജനങ്ങൾ അള്ളാഹുവിനെ അറിയണം. ഇതാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. അതിനു വേണ്ടിയാണ് അള്ളാഹു നേരിട്ട് അനല്ലാഹു അഹദ് എന്ന് പറയാതെ, അല്ലെങ്കിൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയാതെ ഖുൽ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിക്കുന്നത്. ഖുൽ, നബിയെ അങ്ങ് പ്രഖ്യാപിക്കണം. ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഒരു മദ്ഹുൻ നബി ആണ് എന്ന് പറയേണ്ടി വരും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി പറഞ്ഞെടുത്ത് നബിതങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹു തആല പറയുന്നത്, നബിയെ നിങ്ങളെക്കുറിച്ച് പറയൂ എന്നല്ല. അവിടെ നബിതങ്ങളെക്കുറിച്ച് പറയാൻ ആ ഉത്തരവാദിത്തം അല്ലാഹു സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. ഉദാഹരണമായി മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ, അവിടെ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഖുൽ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നല്ല പറഞ്ഞത്. നബിതങ്ങളെ പറയുമ്പോൾ അത് അല്ലാഹു തആല സ്വയം പറയുകയാണ്. എന്നാൽ അല്ലാഹുവിനെ പറ്റി പറയാൻ അല്ലാഹു നബിതങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇവർ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് മുഹമ്മദ് നബി, മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തുന്നത് അല്ലാഹു തആല. ലസ്ത മുർസലൻ എന്ന് ശത്രുക്കൾ പറഞ്ഞപ്പോൾ, എതിരാളികൾ പറഞ്ഞപ്പോൾ, താങ്കൾ റസൂലല്ല എന്ന് പറഞ്ഞപ്പോൾ മറുപടി പറയാൻ അല്ലാഹു തആല നബിതങ്ങളെ ഏൽപ്പിക്കുകയല്ല.
ആ മറുപടി പറയേണ്ട ഉത്തരവാദിത്വം അല്ലാഹു തആല സ്വയം ഏറ്റെടുക്കുകയാണ്. സൂറത്ത് യാസീനിൽ നമുക്കത് കാണാം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. ലസ്ത മുർസലൻ എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് അല്ലാഹു തആല പറയുകയാണ് ഇന്നക ലമിനൽ മുർസലീൻ. ഒരു സംശയം വേണ്ട, തീർച്ചയായും അങ്ങ് മുർസലീങ്ങളിൽപ്പെട്ട ആള് തന്നെ. നബിതങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് പ്രതിരോധം തീർക്കുന്നത് അല്ലാഹു തആലയാണ്. സൂറത്തുൽ മസദും ആ അർത്ഥത്തിൽ മദ്ഹുൻ നബിയാണ്. സഫാ കുന്നിലേക്ക് തൻ്റെ ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തി പരസ്യ പ്രബോധനത്തിനുള്ള ആരംഭം കുറിച്ചപ്പോൾ തൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ഒരാളായ അബൂലഹബ് മുത്തുനബിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, തബ്ബല്ലക് അലിഹാദാ ദഅൗതന. നിനക്ക് നാശം, ഇതിനാണോ ഞങ്ങൾ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് മുത്തുനബിയുടെ മുഖത്ത് നോക്കി അബൂലഹബ് പറഞ്ഞപ്പോൾ അല്ലാഹു തആല അബൂലഹബിനെ വെറുതെ വിട്ടില്ല. നബിയെ അയാൾക്കുള്ള മറുപടി താങ്കൾ കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. നബിതങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്വം അല്ലാഹു തആല സ്വയം ഏറ്റെടുത്തു. അങ്ങനെയാണ് സൂറത്തുൽ മസദ് ഇറങ്ങുന്നത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. പ്രത്യക്ഷത്തിൽ ഈ സൂറത്ത് അബൂലഹബിനെയും അവൻ്റെ ഭാര്യയെയും വിമർശിക്കുന്ന സൂറത്താണ്. എന്നാൽ ഈ സൂറത്തിൽ മദ്ഹുൻ നബിയാണ് ഉള്ളടങ്ങിയിട്ടുള്ളത്. ഈ സൂറത്ത് ഇറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിച്ച ആൾക്കുള്ള മറുപടിയായിട്ടാണ്. ഖുർആനിൽ എവിടെയും ഒരു മനുഷ്യൻ്റെ പേരെടുത്തുകൊണ്ട് അല്ലാഹു തആല ശപിച്ചിട്ടില്ല. ഫറോബയെക്കുറിച്ച് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പേരെടുത്ത് ശപിച്ച ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയില്ല. പേരെടുത്ത് ശപിച്ചിട്ടുണ്ടെങ്കിൽ അത് അബൂലഹബിനെ മാത്രമാണ്. അങ്ങനെ ശപിക്കാനുള്ള ഒരേ ഒരു കാരണം അയാൾ മുത്തുനബിയെ ചീത്ത പറഞ്ഞു എന്നുള്ളതാണ്. അബൂലഹബിനെ മാത്രമല്ല, അവൻ്റെ ഭാര്യയെയും ഖുർആൻ വിമർശിച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദ്രോഹിച്ച പെണ്ണായിരുന്നു അബൂലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ. വളരെ ദാരുണമായ, ആരാലും വെറുക്കപ്പെടുന്ന ഒരു മരണമായിരുന്നു രണ്ടു പേരുടേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിച്ചവർക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള ശിക്ഷയാണത്. അള്ളാഹുവിനെ പറ്റി പല ആളുകളും അള്ളാഹുവിൻ്റെ ദൈവികതയ്ക്ക് നിരക്കാത്ത പലതും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ തന്നെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവരെയൊന്നും ഖുർആൻ ശപിച്ചിട്ടില്ല. എന്നാൽ തൻ്റെ ഹബീബിനെ വേദനിപ്പിച്ച ആളുകളെ അല്ലാഹു തആല പേരെടുത്തുകൊണ്ട് തന്നെ വിമർശിച്ചു. അതിനൊരു ഉദാഹരണമാണ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ഈ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ സൂറത്തുൽ മസദും മദ്ഹുൻ നബിയാണ്. ഇങ്ങനെ ഖുർആനിലെ ഏത് വിഷയങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും അതിൻ്റെ ഉള്ളിലൊക്കെയും പ്രത്യക്ഷമായോ അല്ലെങ്കിൽ പരോക്ഷമായോ ഒരു പ്രവാചക പ്രകീർത്തനം നമുക്ക് കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദമായ മേഖലകളിലേക്ക് നമുക്ക് ഇനിയുള്ള എപ്പിസോഡുകളിലൂടെ നമുക്ക് കടന്നു പോകാം. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.